നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കെപിസിസിയുടെ ജനകീയ പ്രക്ഷോഭയാത്ര സമരാഗ്നി ഫെബ്രുവരി 11-നും 12-നും കോഴിക്കോട് ജില്ലയിൽ. ഡാറ്റാ ബാങ്കിലും നഞ്ചയിലും ഉൾപ്പെട്ട് കിടക്കുന്ന ഭൂമി കൈവശക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് ഡാറ്റാ ബാങ്ക് നഞ്ച കൈവശ ഭൂമി ആക്ഷൻ കമ്മിറ്റി. ONV കുറുപ്പിന് ആദരം നൽകി കലയുടെ സുവർണ ജൂബിലിക്ക് വർണ്ണാഭമായ തുടക്കം. വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴി ഫെബ്രുവരി 16-ന് ആരംഭിക്കും. സംഗീത ജീവിത വഴികളിൽ സംഭാവനകൾ നൽകിയവരെ ആദരിച്ച് ആശയുടെ നാടക ഗാനവിരുന്ന് കോഴിക്കോട്ട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കെപിസിസിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ പ്രക്ഷോഭയാത്ര സമരാഗ്നി ഫെബ്രുവരി 11-നും 12-നും കോഴിക്കോട് ജില്ലയിൽ പര്യടനം നടത്തും. 11-ന് അഴിയൂരിൽ സ്വീകരണത്തിനു ശേഷം കെ മുരളീധരൻ MP പര്യടന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന പൊതുസമ്മേളനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 12-ന് യാത്ര വയനാട്ടിലേക്ക് പുറപ്പെടും. ആദ്യത്തെ സ്വീകരണം വടകരയിലാണ്. ജില്ലയിൽ 2 സ്വീകരണമാണ്. ഒന്ന് വടകര ലോകസഭാ മണ്ഡലത്തിൽ, ഒന്ന് കോഴിക്കോട് ലോകസഭാ മണ്ഡലത്തിൽ. ഒരു 4:45 ഈ യാത്ര. നമ്മുടെ വടകര 4 മണിക്ക് വടകര 4:45 മണിയോടും കൂടി ഈ യാത്ര ഞങ്ങൾ തെലങ്കാനത്തിൽ സ്വീകരിക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ KPCC പ്രസിഡന്റ് K സുധാകരൻ MPയും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന ജനകീയ പ്രക്ഷോഭയാത്ര സമരാഗ്നി ഫെബ്രുവരി 11, 12 തീയതികളിൽ കോഴിക്കോട് ജില്ലയിൽ പര്യടനം നടത്തും. 11-ന് അഴിയൂരിൽ ജാഥയെ സ്വീകരിക്കും. മാവൂർ റോഡ് ജംഗ്ഷനിൽ എത്തുന്ന ജാഥയെ സ്വാഗത സംഘം ഭാരവാഹികൾ സ്വീകരിച്ച് തുറന്ന വാഹനത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സമ്മേളന വേദിയിലേക്ക് ആനയിക്കും. പൊതുസമ്മേളനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്യും. 2 സ്വീകരണ കേന്ദ്രങ്ങളിലുമായി 1,00,000 കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുക്കും. യാത്രയോടനുബന്ധിച്ച് ഫെബ്രുവരി 12-ന് ജനകീയ ചർച്ചാ സദസ്സ് മാനാഞ്ചിറ കോൺട്രസ്റ്റ് ഗ്രൗണ്ടിൽ നടക്കും. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലെ ജനവിഭാഗങ്ങളുമായി KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സംവദിക്കും. തുടർന്ന് സമരാഗ്നി യാത്ര വയനാട് ജില്ലയിലേക്ക് പുറപ്പെടുമെന്ന് MK രാഘവൻ MPയും DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡാറ്റാ ബാങ്കിലും നഞ്ചയിലും ഉൾപ്പെട്ട് കിടക്കുന്ന ഭൂമി കൈവശക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് ഡാറ്റാ ബാങ്ക് നഞ്ച കൈവശ ഭൂമി ആക്ഷൻ കമ്മിറ്റി. ഫറൂഖ് നഗരസഭയിലെ 100 കണക്കിന് ഭൂമി കൈവശക്കാർ വർഷങ്ങളായി ഈ പ്രശ്നം മൂലം ദുരിതം അനുഭവിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ നിയമത്തിൽ ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കുന്ന നിയമത്തിൽ പറയുന്നത് ഓരോ സ്ഥലവും വില്ലേജ് ഉദ്യോഗസ്ഥന്മാര്, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാര് സ്ഥലത്ത് പോയി പരിശോധിച്ചിട്ട് വേണം ലിസ്റ്റ് ഉണ്ടാക്കാൻ. ഇവർ സ്ഥലത്ത് പോകാതെ പോയി പരിശോധിച്ചു ലിസ്റ്റ് ഉണ്ടാക്കി. അതിന്റെ എവിഡൻസ് എന്താണെന്ന് പറയാൻ കാണിച്ചാൽ നമ്മളെ ലിസ്റ്റ് പരിശോധിച്ചാൽ അതിൽ ആളുകളുടെ പേരുകളില്ല. എത്ര സ്ഥലത്താണ് വെള്ളം കെട്ടിയിരിക്കുന്ന സ്ഥലമോ ഇല്ല. സർവേ നമ്പറുകളും ആ സർവേ ഉൾപ്പെട്ട സ്ഥലങ്ങൾ അത് ഫുള്ളായിട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഡാറ്റാ ബാങ്കിന്റെ നെൽവയലിലെ ആളുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞിടത്ത് ആ സർവേ നമ്പർ 1 ഈ ആളുകൾ കൂടുതൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. പൂർണ്ണമായ ഉടമസ്ഥാവകാശവും കൈവശാവകാശവുമുള്ള സ്വകാര്യ ഭൂമികളിലാണ് സർക്കാർ നിയമം മൂലം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇതുമൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ മറ്റു ഉപജീവന കാര്യങ്ങൾക്കോ ആളുകൾക്ക് സാധിക്കുന്നില്ലെന്നും ഡാറ്റാ ബാങ്ക് നഞ്ച കൈവശ ഭൂമി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു.
ഇത്തരം ഭൂമികൾക്ക് വിലയില്ലാതാവുകയും വാങ്ങാൻ ആളില്ലാതാകുകയും ചെയ്തിരിക്കുകയാണ്. വായ്പ വാങ്ങുന്നതിനും ഇത്തരം ഭൂമികളിൽ തടസ്സങ്ങൾ നേരിടുന്നു. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കാനാണ് നിയമം കൊണ്ടുദ്ദേശിക്കുന്നത്. എന്നാൽ കരുവൻതുരുത്തി വില്ലേജിൽ ആരും നെൽകൃഷി ചെയ്യുന്നില്ലെന്നും ഫറോക്ക് വില്ലേജിൽ 1.5 ഹെക്ടർ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷിയുള്ളതെന്നും ഭാരവാഹികൾ പറയുന്നു. ജനങ്ങൾക്ക് ഈ നിയമം മൂലം വന്നിട്ടുള്ള പ്രയാസങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് 2023 മാർച്ചിൽ ഭൂമി കൈവശക്കാർ കമ്മിറ്റി ഉണ്ടാക്കി സർക്കാരിന് പ്രമേയം പാസാക്കി നൽകിയിരുന്നു. എന്നാൽ ഇതിൽ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ പതിയുന്നതിനും പ്രശ്നപരിഹാരത്തിനും തുടർ നടപടികൾ ആലോചിക്കുന്നതിനുമായി ഫെബ്രുവരി 11 ഫറോക്ക് ഗണപത് ഹൈസ്കൂളിൽ ഭൂമി കൈവശക്കാരുടെ കൺവെൻഷൻ വിളിച്ചു ചേർക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രമുഖ സഹകാരി CN വിജയകൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. ONV കുറുപ്പിന് ആദരം നൽകി കോഴിക്കോട് ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലയുടെ സുവർണ ജൂബിലിക്ക് വർണ്ണാഭമായ തുടക്കം. ചടങ്ങ് MT വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്തു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറിയുണ്ട് ചുറ്റി ഇന്നിന്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേലി മണ്ണു നഖക്ഷതങ്ങൾ ചിത്രത്തിലെ ഗാനം പാട്ടെഴുതിയ ONV കുറുപ്പിന്റെ കൊച്ചുമകൾ അപർണ രാജീവ് വേദിയിൽ പാടി. ഓർമ്മകളിലേക്ക് MTയും. ബീച്ച് കൾച്ചറൽ വേദിയിൽ നിറഞ്ഞ സദസ്സ്. കോഴിക്കോട് നഗരത്തിലെ കലാസാംസ്കാരിക പ്രവർത്തനങ്ങളിൽ അരനൂറ്റാണ്ട് പിന്നിട്ട കോഴിക്കോട് ആർട്ട് ലവേഴ്സ് അസോസിയേഷന്റെ സുവർണ ജൂബിലി ആഘോഷം ONVക്ക് സ്മരണാഞ്ജലിയായി. ചടങ്ങ് MT വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോടിനെ ഒരു സാംസ്കാരിക ഭൂമികയാക്കി മാറ്റുന്നതിൽ കലാസാംസ്കാരിക സംഘടനകൾ ഏറെ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് MT പറഞ്ഞു. നാടകമായാലും സംഗീതമായാലും മറ്റെന്തായാലും ശരി, ഇതിലൊക്കെയും നമുക്ക് ഇനിയും പുതിയത് സംഭാവന ചെയ്യാനുണ്ട് എന്ന ബോധത്തോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. ഈ സ്ഥാപനം അത് സജീവമായിട്ട് കാലവും നിലനിൽക്കാൻ വേണ്ടി നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും വർത്തിക്കണം എന്ന് അഭ്യർത്ഥിച്ച് എല്ലാവർക്കും സന്തോഷം. കലാപ്രസിഡന്റ് തോട്ടത്തിലെ രവീന്ദ്രൻ MLA അധ്യക്ഷനായിരുന്നു. മുൻ MLA A. പ്രദീപ് കുമാർ, മുൻ മേയർ TP ദാസൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് KP അശോക് കുമാർ, N. ചന്ദ്രൻ, K. വിജയരാഘവൻ, ബിനീഷ് വിദ്യാധരൻ, സനൌഫ് പാലക്കണ്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. അപർണ രാജീവിനെ കൂടാതെ നിതീഷ് കാർത്തിക്കും ഗാനങ്ങൾ അവതരിപ്പിച്ചു. തുടർന്നുള്ള മാസങ്ങളിൽ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി KPSC അടക്കമുള്ള നാടകങ്ങൾ, കലയിലെ അംഗങ്ങളുടെ സംഗീത നിശ, കുടുംബസംഗമം, ഓൾ കേരള റഫി കിഷോർ സംഗീത മത്സരം, റഫി കിഷോർ മുകേഷ് നൈറ്റ് തുടങ്ങിയ പരിപാടികളും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴി ദുഃഖവെള്ളി ആഘോഷത്തിന് ഫെബ്രുവരി 16 തുടക്കമാകും. ദുഃഖവെള്ളി വരെ എല്ലാ വെള്ളിയാഴ്ചകളിലും കുരിശിന്റെ വഴി നടക്കും. ദുഃഖവെള്ളിയിൽ യേശുവിന്റെയും മാതാവിന്റെയും വേഷമണിഞ്ഞ വിശ്വാസികൾ കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കും. വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴി 33ാം ദുഃഖവെള്ളി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ 2024 വെള്ളിയാഴ്ച രാവിലെ 9:15 ഫാദർ സിബി പുളിക്കൽ CMA മധുര സന്ദേശം നൽകും. തുടർന്ന് സെമിനാരി വിദ്യാർത്ഥികൾ നയിക്കുന്ന കുരിശിന്റെ വഴി 2:30 മൗണ്ട് സിനായ് ലഹരിയിൽ എത്തിച്ചേരും. തുടർന്ന് ദിവ്യബലിയും നേർച്ചഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ്. ദുഃഖ വെള്ളിയാഴ്ചയായ മാർച്ച് 29 വരെ എല്ലാ വെള്ളിയാഴ്ചയും കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനയും വചന സന്ദേശവും ദിവ്യബലിയും ഉണ്ടാകുമെന്ന് സംഘാടകരായ ഫാദർ തോമസ് തുണ്ടത്തിൽ, ജോസഫ് അഗസ്റ്റിൻ കീപ്പുറം എന്നിവർ അറിയിച്ചു. 16 ഫാദർ സിബി പുളിക്കലും 23 ഫാദർ അനൂപ് മാവറയും, മാർച്ച് 1 ഫാദർ ജോസി താമരശ്ശേരിയും, മാർച്ച് 8 ഫാദർ അൻവിൻ മണ്ണൂരും, മാർച്ച് 15 ഫാദർ തോമസ് കുറ്റിയാനിയിലും, മാർച്ച് 22 ഫാദർ അലോഷ്യസ് കുളങ്ങരയും, 29 ഫാദർ മാത്യു മണിയമ്പ്രായും സന്ദേശം നൽകും. തുടർന്ന് കുരിശിന്റെ വഴി നടക്കും. ചാലക്കുടി ഡിവൈൻ റിട്രീറ്റ് സെന്ററിലെ ഫാദർ VC മാത്യു നായ്ക്കാമ്പറമ്പിൽ സമാപന സന്ദേശം നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. 22/3/2024 വെള്ളിയാഴ്ച രാവിലെ 9:15
ഫാദർ അലോഷ്യസ് കൊളനരവിക പള്ളിക്കുന്ന് വചന സന്ദേശം നൽകുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഈവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സംഗീത ജീവിത വഴിയിൽ സംഭാവനകൾ നൽകിയവരെ ആദരിച്ചും കരുതൽ നൽകിയും ആശാ സംഘടനയുടെ സംഗീത നാടക ഗാനവിരുന്ന് കോഴിക്കോട്ട് നടന്ന മനസ്സിന്റെ മലർവാടിയിലാണ് വേറിട്ട ആദരവിന് നഗരം സാക്ഷിയായത്. പ്രവർത്തിച്ച മേഖലകളിൽ സമൂഹത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയവരെ സ്വാന്തനം പുരസ്കാരവും സംഗീത ലോകത്ത് മികവ് പുലർത്തിയവർക്ക് വന്ദന പുരസ്കാരവും നൽകി. അസോസിയേഷൻ ഫോർ സോഷ്യോ മ്യൂസിക്കൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിസ്റ്റ് ആശയുടെ സംഗീത വിരുന്ന് ആസ്വാദ്യകരമായി. പോലീസ് ക്രൈംബ്രാഞ്ച് സൂപ്രണ്ട് KK മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സംഗീത ലോകത്തെ മുതിർന്നവരായ അന്തരിച്ച ചാന്ദ് പാഷ, MP ഉമ്മർകുട്ടി, അഹമ്മദ് പള്ളിക്കര എന്നിവർക്ക് വേണ്ടി ബന്ധുക്കളും ഗായിക ഇന്ദിര ജോയും സ്വാന്തന പുരസ്കാരം ഏറ്റുവാങ്ങി. വന്ദന പുരസ്കാരം മാത്തോട്ടം മുസ്തഫ, ലീന പപ്പൻ, TKM കോയ, മുക്കം സാജിദ എന്നിവർക്ക് സമ്മാനിച്ചു. പ്രശസ്ത നാടകകൃത്ത് ഇബ്രാഹിം വേങ്ങര മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് KPU അലി അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ 3 പതിറ്റാണ്ടായി അവതാരകനായി പ്രവർത്തിച്ച നൌഷാദ് അരീക്കോടിനെ പ്രശസ്തി പത്രവും മൊമെന്റോയും നൽകി ആദരിച്ചു. കാനേഷ് പൂനൂർ, കമാൽ വരദൂർ, ഫൈസൽ എളേറ്റിൽ, ജനറൽ സെക്രട്ടറി KK അബ്ദുസലാം, പ്രകാശ് പൊതായ, സാജിദ കമാൽ, MV കുഞ്ഞാമു, പുലിക്കോട്ടിൽ ഹൈദർ, മുർഷിദ് അഹമ്മദ്, ബാപ്പു വാവാട്, സലീം അരീക്കോട് എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് നാടക സിനിമാ ഗാനങ്ങൾ കോർത്തിണക്കിയ മനസ്സിന്റെ മലർവാടി ഗാനസന്ധ്യയും അരങ്ങേറി. ഹാരിഷ ഹുസൈൻ, മണ്ണൂർ പ്രകാശ്, നികേഷ്, തീർത്ഥ സുരേഷ്, ലുഖ്മാൻ അരീക്കോട്, അനാമിക എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലയൺസ് ഇന്റർനാഷണൽ ഫിലിം മ്യൂസിക്കൽ അവാർഡുകൾ പ്രഖ്യാപിച്ചു. പ്രശസ്ത നടി സീമ, പിന്നണി ഗായകൻ PK സുനിൽകുമാർ, ഗാനരചയിതാവ് K ജയകുമാർ IAS, സംഗീത സംവിധായകൻ K രാജേഷ് ബാബു എന്നിവർ പുരസ്കാരങ്ങൾക്ക് അർഹരായി. ഫെബ്രുവരി 26-ന് ജൂബിലി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ സമർപ്പിക്കും. 15,000 രൂപയും പ്രശസ്ത ശില്പി നാരായണൻകുട്ടി രൂപകൽപ്പന ചെയ്ത പുരസ്കാരമാണ് സമ്മാനമായി നൽകുന്നത്. അതോടൊപ്പം ഫ്ലവേഴ്സ് TV ഫിലിം ശ്രീനന്ദ്, അമൃതവർഷിണി, ദേവനന്ദ തുടങ്ങിയവരെയും കൂടി ചടങ്ങിൽ ആദരിക്കുന്നതാണ്. ഈ വരുന്ന ഫെബ്രുവരി 26 വൈകിട്ട് 6 മണിക്ക് കോഴിക്കോട് തളിയിലുള്ള ജൂബിലി ഹാളിൽ വെച്ചാണ് ഈ ചടങ്ങ് നടക്കുന്നത്. അതിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചെയർപേഴ്സൺ വിനോദ് കുമാറിന്റെ അധ്യക്ഷതയിൽ ബഹുമാനായ മാതൃഭൂമി ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള ശ്രീ PV ചന്ദ്രൻ സാർ ഉദ്ഘാടനം നിർവഹിക്കും. ലയൺസ് ഇന്റർനാഷണൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് പ്രശസ്ത നടി സീമയെ തെരഞ്ഞെടുത്തു. 25,000 രൂപയും പുരസ്കാരവും അടങ്ങുന്നതാണ് അവാർഡ്. ലയൺസ് ഇന്റർനാഷണൽ മ്യൂസിക്കൽ അവാർഡിന് പിന്നണി ഗായകരായ PK സുനിൽകുമാർ, നിത്യ മാമൻ, ഗാനരചയിതാവ് K ജയകുമാർ, സംഗീത സംവിധായകൻ K രാജേഷ് ബാബു എന്നിവരെയും തെരഞ്ഞെടുത്തു. 15,000 രൂപയും പ്രശസ്ത ശില്പി നാരായണൻകുട്ടി രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഫെബ്രുവരി 26-ന് വൈകിട്ട് കണ്ടംകുളം ജൂബിലി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ TK രജീഷ് അവാർഡുകൾ സമർപ്പിക്കും. സംഗീത് 2024 മ്യൂസിക്കൽ അവാർഡിനായിട്ട് മാതൃഭൂമി ചെയർമാൻ ആൻഡ് മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്നും TK രജീഷ്, K പ്രേംകുമാർ, E അനിരുദ്ധൻ, M വിനോദ് കുമാർ, സെനോൺ ചെക്യാട്ട്, സാംസൺ M ജോൺ തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കോഴിക്കോട് കോർപ്പറേഷൻ 53-ാം ഡിവിഷനിൽ ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. പരിപാടി മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളും പ്രദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു. ലൈഫ് പദ്ധതിയിൽ കോഴിക്കോട് കോർപ്പറേഷൻ 53-ാം ഡിവിഷനിലെ അരക്കിണർ പുഞ്ചപ്പാടത്ത് നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം മേയർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. ജീവിതത്തില് ഒരു വീടില്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വേദന നമ്മളങ്ങനെ ആവുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. സ്ഥലവും വീടുമില്ലാത്ത ആരും തന്നെ കേരളത്തിൽ ഉണ്ടാവരുത് എന്ന വാശിയോടെയാണ് ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ പെൻഷനായി. ഇപ്പോഴെവിടെയും കേട്ടുകേൾവിയില്ല. വിദേശ രാജ്യങ്ങളിൽ പോലും ഒരു പെൻഷൻ കിട്ടണമെങ്കിൽ ഒരു പണിയുള്ള കാലത്ത് എന്ത് ചെയ്യണം? അടച്ചുണ്ടാക്കണം പൈസ. ആ പൈസയാണ് അവർക്ക് പെൻഷനായിട്ട് വരിക. കൗൺസിലർ വാടിയിൽ നവാസ് അധ്യക്ഷനായിരുന്നു. 49-ാം ഡിവിഷൻ കൗൺസിലർ കൊല്ലരത്ത് സുരേശൻ, വാർഡ് കൺവീനർ MP ആഷിഖ്, CT റുബാസ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ഔട്ട്ഡോർ അഡ്വർടൈസേഴ്സ് അസോസിയേഷൻ വരമേളം 2024 ഗാന്ധിഗൃഹം ഓഡിറ്റോറിയത്തിൽ നടന്നു. ചിത്രരചനാ മത്സരം രചന രാമദാസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ കാറ്റഗറികളിലായി 1000ഓളം കുട്ടികൾ പങ്കെടുത്തു. ഔട്ട്ഡോർ അഡ്വർടൈസേഴ്സ് അസോസിയേഷൻ ഓക്കിന്റെ 3ാമത് അഖില കേരള ബാലചിത്രരചനാ മത്സരം ഗാന്ധിഗൃഹത്തിൽ നടന്നു. 5 കാറ്റഗറിയിലായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചത്. 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ് 5 കാറ്റഗറികളിൽ മത്സരിച്ചത്. 1000ഓളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. ഏറ്റവും മികച്ച ചിത്രത്തിന് ഗോൾഡ് മെഡലും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സ്ഥാനങ്ങൾക്ക് പുറമെ മറ്റുള്ളവയ്ക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുമെന്ന് സംഘാടകർ പറഞ്ഞു. ഈ മത്സരം 5 കാറ്റഗറികളിലായിട്ടാണ് ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 5 കാറ്റഗറികളായിട്ട് ആണ് മത്സരം നടത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും മികച്ച ചിത്രത്തിന് ഗോൾഡ് മെഡലാണ് സമ്മാനിക്കുന്നത്. മറ്റ് നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും കോംപ്ലിമെൻറ്റുകളൊക്കെ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. ഏകദേശം 1000ഓളം കുട്ടികൾ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ മത്സരം വലിയ രീതിയിൽ ഒരു വിജയകരമായിട്ട് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും വർഷങ്ങളിലും ഈ മത്സരങ്ങൾ തുടർച്ചയായിട്ട് നടത്തണം എന്നാണ് ഔട്ട്ഡോർ അഡ്വർടൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള ഉദ്ദേശിക്കുന്നത്. മത്സരങ്ങൾ രചന രാമദാസ് ഉദ്ഘാടനം ചെയ്തു. സുരേന്ദ്രൻ റാണി ജ്വല്ലറി തിരിതെളിയിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ഷെവലിയർ C ചാക്കുണ്ണി അധ്യക്ഷനായിരുന്നു. മുരളി ബേപ്പൂർ ആമുഖ പ്രഭാഷണം നടത്തി. ഗുരുകുലം ബാബു, ലക്ഷ്മണൻ മാസ്റ്റർ, കബീർ ദാസ് എന്നിവരും സംസാരിച്ചു. മത്സരം കമ്മിറ്റി കൺവീനർ മഹീന്ദ്രൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. സലീം പോപ്പുലാരിറ്റി, ദിനേശ് KT തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ 1 വർഷം നീളുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി 13-ന് തുടക്കമാകും. മടപ്പള്ളി ഗവൺമെന്റ് HSS ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശതാബ്ദി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. നെയ്ത്ത്, നൃത്ത പരിപാടി, സംഗീത നിശ, മ്യൂസിക്കൽ ഫ്യൂഷൻ എന്നിവയും അരങ്ങേറും. ചരിത്ര പ്രദർശനം, സോഷ്യൽ ഓഡിറ്റിംഗ് എന്നിവയും ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമാകും. ഫെബ്രുവരി 13-നാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. 100ാം വാർഷികം സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 18,000 തൊഴിലാളികളും 1,500ഓളം എഞ്ചിനീയർമാരും ജീവനക്കാരുമുള്ള ഒരു വലിയ മഹാപ്രസ്ഥാനമായി ലോകത്ത് തന്നെ 2ാം സ്ഥാനത്തും ഏഷ്യയിലെ 1ാം സ്ഥാനത്തും എത്തിപ്പെട്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് 25-ലെ ഗുരുദേവൻ എന്താണോ, ഇവിടത്തെ ഗുരുദേവൻ എന്താണോ മനസ്സിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദർശം എന്തായിരുന്നോ ആ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ട് പോകുന്നത് കൊണ്ട് UNCCSന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനവും സംഘടിപ്പിക്കും. സ്കിൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഊരാളുങ്കൽ ആലോചിക്കുന്നുണ്ടെന്നും പ്രായോഗിക പരിശീലനം ലഭിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നും ഊരാളുങ്കൽ സാരഥികൾ പറഞ്ഞു. ഊരാളുങ്കലിന്റെ പുതിയ സ്ഥാപനങ്ങൾ സോളാർ ഊർജം കൊണ്ട് പ്രവർത്തിക്കുന്ന തരത്തിൽ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൃഷി, ടൂറിസം രംഗങ്ങൾ ബന്ധപ്പെടുത്തി മാതൃകാ കൃഷിയിടമോ മാതൃകാ ഗ്രാമമോ വികസിപ്പിക്കൽ, ലേബർ ബാങ്കുകൾ,
പൊതുജനങ്ങൾക്കായി സോളാർ പദ്ധതി എന്നിവ തുടങ്ങുന്നതിനും പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ടെന്നും സാരഥികൾ വ്യക്തമാക്കി. ഫെബ്രുവരി 13 മടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേരുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സഹകരണ മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിക്കും. തുടർന്ന് ഉദ്ഘാടന വേദിയിലും മടപ്പള്ളി കോളേജ് ഗ്രൗണ്ടിലും നൃത്തഗാനമേളങ്ങളുടെ കലാസന്ധ്യയും ഒരുക്കും. 2025 ഫെബ്രുവരിയിൽ അവസാനിക്കുന്ന രീതിയിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. വാർത്താസമ്മേളനത്തിൽ ULCC ചെയർമാൻ രമേശൻ പാലേരി, വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ KP ബിന്ദു, K രാഘവൻ, ഷാജു എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സൈലം മെഡിക്കൽ അവാർഡ് ഫെബ്രുവരി 11 കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ സമർപ്പിക്കും. പ്രശസ്ത ന്യൂറോ സർജൻ A. മാർത്താണ്ഡപിള്ളയ്ക്കാണ് ഈ വർഷത്തെ പുരസ്കാരം. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാര സമർപ്പണ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഒരു മാർക്ക് പരിഗണനകളും വെച്ചുകൊണ്ടല്ല സൈലം കുട്ടികളെ ക്ലാസ് റൂമിലെടുത്തത്. ആഗ്രഹത്തിന്റെ മാത്രം ബലത്തിലാണ് സൈലത്തിന്റെ ക്ലാസ് റൂമിലേക്ക് കുട്ടി വന്നത്. അടുത്ത ദിവസം സൈലം മെഡിക്കൽ അവാർഡിന്റെ 2ാം സീസൺ നടക്കുന്നു. അവിടേക്ക് 1248 കുട്ടികൾ, കഴിഞ്ഞ വർഷം സൈലത്തിൽ നിന്ന് MBBS നേടിയ 1248 കുട്ടികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഒന്നിച്ചു വരുന്നു എന്ന പ്രത്യേകത സൈലം മെഡിക്കൽ അവാർഡിനുണ്ട്. 4ാമത്തെ വർഷത്തിലേക്ക് കാൽവെക്കുമ്പോഴാണ് 1250ഓളം കുട്ടികളെ MBBS ഉള്ളവരാക്കി ഞങ്ങൾക്കൊരു ക്യാമ്പസിനകത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് എന്നതിന്റെ ചാരിതാർത്ഥ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സൈലം മെഡിക്കൽ അവാർഡ് വിതരണ ചടങ്ങിൽ മെഡിക്കൽ കോളേജുകളിലും IIT-കളിലും പഠിക്കുന്ന 1200 സൈലം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്നും ഡയറക്ടർമാരായ ലജീഷ് കുമാർ, വിനേഷ് കുമാർ എന്നിവർ പറഞ്ഞു. ഫെബ്രുവരി 11 സ്വപ്നനഗരിയിലെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ഉച്ചയ്ക്ക് 1:15 ചടങ്ങുകൾ ആരംഭിക്കും. 2 വിദ്യാർത്ഥികളെ ആദരിക്കും. 2023 പ്രവേശനം നേടിയ 1200 സൈലം വിദ്യാർത്ഥികൾക്ക് പുറമെ 10,000-ലധികം മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് വിദ്യാർത്ഥികളും പങ്കെടുക്കും. 4 വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ച സൈലം ഹൈബ്രിഡ് ക്ലാസ് എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കിയ ആദ്യ സ്ഥാപനങ്ങളിൽ ഒന്നാണെന്നും സൈലം കൊമേഴ്സ് പ്രോ, സൈലം PSC, സൈലം SSC എന്നിവ ആരംഭിച്ചതിനോടൊപ്പം കോയമ്പത്തൂരിൽ സൈലം തമിഴ് പ്രൊജക്ടും തുടങ്ങിയതായും ഡയറക്ടർമാർ പറഞ്ഞു. എടെക് ബ്രാൻഡായ ഫിസിക്സ് വാലിയുമായി ചേർന്ന് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം താങ്ങാവുന്ന ചെലവിൽ ഇന്ത്യ മുഴുവൻ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് സൈലം എന്നും ഡയറക്ടർമാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദേശീയ ജിംനാസ്റ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 16, 17, 18 തീയതികളിൽ കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ലോക ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെയും ദേശീയ ഗെയിംസിനുള്ള കേരള ടീമിനെയും ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നും തെരഞ്ഞെടുക്കും. 17 മന്ത്രി മുഹമ്മദ് റിയാസ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ GK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തന്നെ ഉണ്ടാകണമെന്ന് താഴ്മയായി ജിംനാസ്റ്റിക്സ് കേരളത്തിൽ അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും 2015 നാഷണൽ ഗെയിംസ് കേരളം ഹോസ്റ്റ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ജിംനാസ്റ്റിക്സിലെ 2 ഇന്റർനാഷണൽ ഒളിമ്പിക്സിൽ യൂസ് ചെയ്ത ബീജിംഗ് ഒളിമ്പിക്സിൽ യൂസ് ചെയ്ത സെയിം എക്യുപ്മെന്റ് തന്നെ കേരളത്തിൽ 2 സെറ്റ് നമുക്ക് കിട്ടും. ഒന്ന് ട്രിവാൻഡ്രം ഇൻഡോർ സ്റ്റേഡിയം ജിമ്മി ജോർജ്, ഒന്ന് ഇവിടെ നമ്മുടെ BK കൃഷ്ണമേനോൻ സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ട്രാംപോളിൻ ജിംനാസ്റ്റിക്സിന്റെ എക്യുപ്മെന്റ് നമ്മൾ തലശ്ശേരി സായി സെന്ററിൽ നിന്ന് നമ്മൾ വാഗ്ദാനം ചെയ്തു. ഈ പരിപാടിയിൽ 22 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം സർവീസസ് ടീമും ഉണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KPCC-യുടെ ജനകീയ പ്രക്ഷോഭയാത്ര സമരാഗ്നി ഫെബ്രുവരി 11-നും 12-നും കോഴിക്കോട് ജില്ലയിൽ. ഡാറ്റാ ബാങ്കിലും നഞ്ചയിലും ഉൾപ്പെട്ട് കിടക്കുന്ന ഭൂമി കൈവശക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് ഡാറ്റാ ബാങ്ക് നഞ്ച കൈവശ ഭൂമി ആക്ഷൻ കമ്മിറ്റി. ONV കുറുപ്പിന് ആദരം നൽകി കലയുടെ സുവർണ ജൂബിലിക്ക് വർണ്ണാഭമായ തുടക്കം. വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴി ഫെബ്രുവരി 16-ന് ആരംഭിക്കും. സംഗീത ജീവിത വഴികളിൽ സംഭാവനകൾ നൽകിയവരെ ആദരിച്ച് ആശയുടെ നാടക ഗാനവിരുന്ന് കോഴിക്കോട്ട്.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.